മലയാളക്കരയെ വിഴുങ്ങിയ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ 100 വർഷത്തിലാണ്. മൂന്നാറിനെ ആകെ തകിടം മറിച്ച ദുരന്തമായിരുന്നു ആ മഹാപ്രളയം. പ്രളയത്തിൽ തകർന്നടിഞ്ഞ ആ പഴയ മൂന്നാറിന്റെ മാറിലാണ് കിഴക്കിന്റെ കശ്മീർ ഇന്ന് തലയുയർത്തി നിൽക്കുന്നത്. മൂന്നാറിലെ കുണ്ടള വാലി റെയിൽവേ ഉൾപ്പെടെ ആ പ്രളയത്തിൽ നാമാവശേഷമായി. കൊല്ലവർഷം 1099 കേരളത്തെ വിഴുങ്ങിയ മഹാപ്രളയം എത്തിയത്. ആഴ്ചകളോളം നീണ്ടുനിന്ന മഹാമാരി മൂന്നാറിനെ ആകെ തകർത്തു. അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ തെക്കൻ വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു മൂന്നാർ. ആഴ്ചകളോളം പെയ്ത മഴയിൽ കരിന്തിരിമല പൂർണ്ണമായും ഇടിഞ്ഞിറങ്ങി. ഗതാഗത സംവിധാനം ആകെ തകർന്നു. കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോ ഗേജ് റെയിൽ പാളങ്ങളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായും ഇല്ലാതാക്കി. 1902 സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള വഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, സ്കൂളുകൾ, കെട്ടിടങ്ങൾ എന്നിവയെല്ലാം പ്രളയത്തിൽ നാമാവശേഷമായി. മൂന്നാറ് നമുക്കറിയാം 6000 അടി മുകളിലുള്ള ഒരു പ്രദേശമാണ്. അത്തരത്തില് ഇവിടെ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ആ കാലത്ത് തന്നെ ഒരു ട്രെയിൻ ഇംഗ്ലീഷുകാർ എത്തിച്ചിരുന്നു ചരക്ക് ഗതാഗതത്തിന്. പക്ഷെ അത് ഈ പ്രളയത്തിൽ കുത്തിയൊലിച്ച് പിന്നെ നാമാവശേഷം അതിന്റെ ഒരു ചെറിയ ട്രാക്കുകൾ പോലും കിട്ടാത്ത രീതിയിൽ അതിനെ തൂത്തെറിഞ്ഞു കൊണ്ടുപോയി. പിന്നീട് നമുക്ക് ആ പ്രളയത്തിനെ തുടർന്ന് അത് പിന്നീട് ഇംഗ്ലീഷുകാർക്ക് പോലും അത് വീണ്ടെടുക്കാനായിട്ടോ കൊണ്ടുവരാനായിട്ടോ സാധിച്ചിട്ടില്ല. പിന്നെ ഒത്തിരിയേറെ കെട്ടിടങ്ങൾ നാമാവശേഷമായി, ഫാക്ടറികൾ നിലംപൊത്തി, മലനിരകൾ ഇടിഞ്ഞ് ആയിരക്കണക്കിന് ഏക്കർ കൃഷി സ്ഥലങ്ങൾ നശിക്കാനിടയായി. പ്രളയത്തെ തുടർന്ന് മൂന്നാറിനെ തന്നെ ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വന്നു. കാരണം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകതകളൊക്കെ മാറ്റി പിന്നീട് പ്രളയത്തിന് ശേഷം പുതിയ റോഡുകളൊക്കെ നിർമ്മിക്കേണ്ടി വന്ന രീതിയിലുണ്ടായി. ഒരുപാട് തൊഴിലാളികളെ കാണാതായി, ഒത്തിരി പേര് മരിച്ചു. മൂന്നാറിൽ മാത്രം ആ പ്രളയകാലത്ത് പെയ്തിറങ്ങിയത് 487.5 സെന്റിമീറ്റർ മഴയാണ്. പ്രളയശേഷം മൂന്നാർ വീണ്ടും കരകയറി തുടങ്ങി. തേയിലത്തോട്ടങ്ങൾ പുനർനിർമ്മിക്കുകയും പഴയ മൂന്നാറിനെ ഇന്നത്തെ മൂന്നാറിലേക്ക് എത്തിക്കുകയും ചെയ്തു. പ്രളയം കവർന്ന മൂന്നാറിന് 100 വർഷങ്ങൾക്കിപ്പുറം പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥ കൂടിയാണ്. ജനം, ഇടുക്കി.